ലാ ഓഫ് അട്രാക്ഷൻ എന്ന് നിങ്ങളിൽ പലരും കേട്ട് കാണും. എന്താണ് ലാ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം? ആധുനിക ജീവിത വിജയത്തിനുള്ള ഒരു പ്രായോഗിക മാർഗരേഖയാണിത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിൽ ആകർഷണ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ലാ ഓഫ് അട്രാക്ഷൻ്റെ കാലാതീതമായ ഒരു തത്വത്തിൻ്റെ പുനർവായനയാണ് നടത്തുന്നത്. ഇൻഫർമേറ്റീവായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. ആകർഷണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് അട്രാക്ഷൻ എന്ന ആശയം ആധുനിക ലോകത്ത് ഏറെ പരിചിതമാണ്. റോണ്ട ബൈണിൻ്റെ ദി സീക്രട്ട് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലൂടെ ലോകമെമ്പാടും പ്രചാരം നേടിയ ഈ തത്വം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ മാനിഫെസ്റ്റേഷൻ, ലക്കി ഗേൾ സിൻഡ്രോം തുടങ്ങിയ പുതിയ രൂപങ്ങളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഇത് കേവലം ഒരു പുതിയ കാലത്തെ ആശയമല്ല. ഇതിൻ്റെ വേരുകൾ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ രൂപം കൊണ്ട ന്യൂ തോട്ട് എന്ന ദാർശനിക പ്രസ്ഥാനത്തോളം പഴക്കമുള്ളതാണ്. അക്കാലം മുതൽ ചിന്തകരും എഴുത്തുകാരും മനുഷ്യൻ്റെ ചിന്തകൾക്ക് അവൻ്റെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ലക്ഷ്യം ആകർഷണ നിയമത്തെ ഒരു അലസമായ ആഗ്രഹ ചിന്തയായി, അതായത് വിഷ്ഫുൾ തിങ്കിങ് ആയി അവതരിപ്പിക്കുകയല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും ബോധപൂർവം ക്രമീകരിച്ച് ജീവിതം രൂപപ്പെടുത്താനുള്ള ഒരു പ്രായോഗിക ചട്ടക്കൂടായി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫ്രെയിംവർക്കായി വിശദീകരിക്കുകയാണ്. കേവലം ചിന്തിക്കുന്നതിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന ലളിതമായ വാഗ്ദാനങ്ങൾക്കപ്പുറം ചിന്തയും പ്രവൃത്തിയും ഒരുമിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥ ഫലങ്ങൾ ഉണ്ടാവുക എന്ന് ഈ വീഡിയോ ആഴത്തിൽ പരിശോധിക്കുന്നു. ലാ ഓഫ് അട്രാക്ഷൻ്റെ ആധുനിക വ്യാഖ്യാനങ്ങൾ പ്രത്യേകിച്ച് മനഃശാസ്ത്രപരവും പ്രൊഫഷണലുമായ തലങ്ങളിൽ ഒരു സുപ്രധാന മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. പ്രപഞ്ചത്തോട് ചോദിക്കൂ, നിങ്ങൾക്ക് ലഭിക്കും എന്ന നിഷ്ക്രിയമായ, ഒരു പരിധിവരെ നിഗൂഢമായ വിശ്വാസത്തിൽ നിന്ന് വ്യക്തിഗത വികാസത്തിനുള്ള സജീവവും ചിട്ടപ്പെടുത്തിയതുമായ ഒരു തന്ത്രമായി ഇത് മാറിയിരിക്കുന്നു. ഇന്ന് സംഭാഷണം ആകർഷിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ്. ആദ്യകാല ഗ്രന്ഥങ്ങൾ വിശ്വാസത്തിനും ദൃശ്യവൽക്കരണത്തിനും ഊന്നൽ നൽകിയപ്പോൾ ആധുനിക വിശകലനങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായി പ്രവർത്തനത്തിൻ്റെ അഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദൃശ്യവൽക്കരണത്തിന് കൃത്യമായ പ്രവൃത്തിയിലൂടെ പിൻബലമില്ലെങ്കിൽ അതൊരു ദിവാസ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതിനാൽ ആകർഷണ നിയമത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ പ്രയോഗം ചിന്തകളെ പ്രവർത്തനത്തിന് പകരമായി വയ്ക്കുകയല്ല, മറിച്ച് ചിന്തയെ, അതായത് ദൃശ്യവൽക്കരണം, സ്ഥിരീകരണം എന്നിവ ബുദ്ധിപരവും സ്ഥിരവുമായ പ്രവർത്തനത്തിനുള്ള ഒരു ഉത്തേജകവും പ്രചോദനവുമായി ഉപയോഗിക്കുക എന്നതാണ്. ലാ ഓഫ് അട്രാക്ഷൻ്റെ മുഖ്യ തത്വം എന്നത് തന്നെ സമാനമായവയെ ആകർഷിക്കുന്നു. ആ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ആകർഷണ നിയമത്തിൻ്റെ ആണിക്കല്ല് ഈ തത്വമാണ്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ നിരന്തരം നിലനിൽക്കുന്ന പ്രബലമായ ചിന്തകളും ആ ചിന്തകളുമായി ബന്ധപ്പെട്ട വികാരങ്ങളും വിശ്വാസങ്ങളും അവയ്ക്ക് സമാനമായ അനുഭവങ്ങളും സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ഫലങ്ങളെ ആകർഷിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ഫലങ്ങളെ ആകർഷിക്കുന്നു. ഈ തത്വം മുന്നോട്ട് വയ്ക്കുന്നത്
നമ്മുടെ ചിന്തകൾക്ക് ഒരുതരം ഊർജം അഥവാ വൈബ്രേഷൻ ഉണ്ടെന്നും ആ ഊർജം പ്രപഞ്ചത്തിലെ സമാനമായ ഊർജവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നുമാണ്. നാം എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കപ്പുറം സൂക്ഷ്മമായ മറ്റു തത്വങ്ങളും ഉണ്ട്. അതായത് സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു എന്നതിനപ്പുറം ഈ തത്വത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റു ചില ഉപതത്വങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പ്രകൃതി ശൂന്യതയെ വെറുക്കുന്നു. നേച്ചർ അബോസ് എ വാക്വം. അതായത് ഈ തത്വമനുസരിച്ച്, അതായത് പ്രകൃതി ശൂന്യതയെ വെറുക്കുന്നു എന്ന തത്വമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും നെഗറ്റീവ് ഘടകങ്ങളെ ബോധപൂർവം ഒഴിവാക്കുമ്പോൾ ഒരു ശൂന്യത രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, പരിമിതമായ വിശ്വാസങ്ങൾ, മോശം ശീലങ്ങൾ അല്ലെങ്കിൽ വിഷലിപ്തമായ ബന്ധങ്ങൾ എന്നിവ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഇടത്തിലേക്ക് പ്രകൃതി പുതിയതും പോസിറ്റീവുമായ കാര്യങ്ങളെ ആകർഷിച്ച് നിറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ പ്രക്രിയയിൽ നമ്മുടെ പങ്ക് നിർണായകമാണ്. ആ ശൂന്യമായ ഇടം ബോധപൂർവം നല്ല ചിന്തകൾ, പുതിയ ശീലങ്ങൾ, ആരോഗ്യകരമായ ബന്ധങ്ങൾ എന്നിവ കൊണ്ട് നിറയ്ക്കാൻ നാം ശ്രമിക്കണം. പഴയതിനെ ഒഴിവാക്കിയാൽ മാത്രം പോരാ, പുതിയതിനെ സ്വാഗതം ചെയ്യാനും ഇടം നൽകാനും തയ്യാറാകണം. സൂക്ഷ്മമായ തത്വങ്ങളിൽ മറ്റൊന്നാണ് വർത്തമാനകാലം എപ്പോഴും പൂർണ്ണമാണ്. ദ പ്രസന്റ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഖേദങ്ങളിലോ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലോ ജീവിക്കുന്നതിന് പകരം വർത്തമാന നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ തത്വം നമ്മെ പ്രേരിപ്പിക്കുന്നു. വർത്തമാനകാലം എത്ര കുറവുള്ളതാണെന്ന് തോന്നിയാലും ആ നിമിഷത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ കാതൽ. ഈ നിമിഷത്തിൽ നന്ദിയുള്ളവരായിരിക്കുകയും അതിനെ ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി സ്വാഭാവികമായും മെച്ചപ്പെട്ടതായിത്തീരുന്നു. നമ്മുടെ ശക്തി കുടികൊള്ളുന്നത് ഈ നിമിഷത്തിലാണ്. മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നതും ഇവിടെ തന്നെയാണ്. ഈ തത്വങ്ങളെ കേവലം നിഗൂഢമായ പ്രസ്താവനകളായി കാണുന്നതിന് പകരം അവയെ മാനസികാരോഗ്യത്തിനും വ്യക്തിഗത വളർച്ചയ്ക്കുമുള്ള ഒരു പ്രായോഗിക ചട്ടക്കൂടായി മനസ്സിലാക്കാം. സമാനമായവയെ ആകർഷിക്കുന്നു എന്നത് നമ്മുടെ ചിന്തകളെക്കുറിച്ച് സ്വയം ബോധവാന്മാരാകാനുള്ള ഒരു ആഹ്വാനമാണ്. ഇത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാനമാണ്. പ്രകൃതി ശൂന്യതയെ വെറുക്കുന്നു എന്നത് മോശം ശീലങ്ങളെ ഉപേക്ഷിക്കുക മാത്രമല്ല, പകരം നല്ല ശീലങ്ങളെ ബോധപൂർവം വളർത്തിയെടുക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ്. വർത്തമാനകാലം എപ്പോഴും പൂർണ്ണമാണ് എന്നത് കൃതജ്ഞതയും ഈ നിമിഷത്തിലെ ശ്രദ്ധയും പരിശീലിക്കാനുള്ള നേരിട്ടുള്ള നിർദ്ദേശമാണ്. ഇവയെല്ലാം ചേരുമ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ആന്തരിക ലോകത്തെ നിരീക്ഷിക്കാനും ജീവിതത്തെയും ശീലങ്ങളെയും ബോധപൂർവം രൂപപ്പെടുത്താനും വർത്തമാന നിമിഷത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്ന ഒരു ശക്തമായ മനഃശാസ്ത്രപരമായ ടൂൾ കിറ്റായി ഇത് മാറുന്നു. പിന്നെ മറ്റൊന്നാണ് ആശയത്തിൻ്റെ പരിണാമം. അതായത് 19-ാം നൂറ്റാണ്ടിലെ ന്യൂ തോട്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി റാൽഫ് ട്രെൻ, ചാൾസ് ഹാനൻ തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികളിലൂടെയാണ് ഈ ആശയം വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത്. എന്നാൽ 2006 റോണ്ട ബൈർഡിൻ്റെ ദി സീക്രട്ട് എന്ന പുസ്തകവും ഇതേ പേരിലുള്ള ഡോക്യുമെൻ്ററിയും പുറത്തിറങ്ങിയതോടെയാണ് ആകർഷണ നിയമം ആഗോളതലത്തിൽ സാംസ്കാരിക പ്രതിഭാസമായി മാറിയത്. ഇന്ന് ഈ ആശയം മാനിഫെസ്റ്റേഷൻ എന്ന പേരിൽ പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുന്നു. ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ലക്കി ഗേൾ സിൻഡ്രോം എന്ന പേരിൽ ശുഭാപ്തി വിശ്വാസത്തോടെ സംസാരിക്കുന്നതിലൂടെ ഭാഗ്യം ആകർഷിക്കാമെന്ന ലളിതമായ രൂപത്തിൽ ഇത് പുനരവതരിപ്പിക്കപ്പെടുന്നു.
ആകർഷണ നിയമം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ചിന്തകളെ നിയന്ത്രിക്കുന്നതിനപ്പുറം ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനും നമ്മുടെ ഊർജത്തെ ലക്ഷ്യങ്ങളുമായി വിന്യസിക്കാനും സഹായിക്കുന്ന ചില ശക്തമായ സങ്കേതങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ലക്ഷ്യങ്ങളെ ജീവസുറ്റതാക്കുന്ന ദൃശ്യവൽക്കരണം, അതായത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾ ഇതിനകം യാഥാർത്ഥ്യമായതായി മനസ്സിൽ വ്യക്തവും ഉജ്ജ്വലവുമായ ഒരു ചിത്രം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം. ഇത് കേവലം ഒരു ചിത്രം കാണുന്നതിലുപരി ആ അനുഭവവുമായി ബന്ധപ്പെട്ട എല്ലാ ഇന്ദ്രിയങ്ങളെയും, അതായത് കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ മാനസിക പരിശീലനമാണ്. ഫലപ്രദമായി ദൃശ്യവൽക്കരണത്തിനുള്ള വഴികൾ ഈ പറയുന്നവയാണ്. അതിലൊന്ന്, വ്യക്തമായ ലക്ഷ്യം നിർവചിക്കുക. എന്താണ് നേടേണ്ടതെന്ന് കൃത്യവും വ്യക്തവുമായി നിർവചിക്കുക. എനിക്ക് സന്തോഷം വേണം എന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നല്ല ശമ്പളത്തോടെ മികച്ച സഹപ്രവർത്തകരുള്ള ഒരു ജോലി വേണം എന്നത് നിർവചിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, അതായത് വിഷ്വലൈസേഷൻ്റെ രണ്ടാമത്തേതെന്ന് പറയുന്നത് വിശദാംശങ്ങൾ ചേർക്കുക എന്നതാണ്. ലക്ഷ്യം നേടാനായുള്ള സാഹചര്യം എല്ലാം വിശദാംശങ്ങളോടും കൂടി സങ്കല്പിക്കുക. ഒരു പുതിയ കാറാണ് ലക്ഷ്യമെങ്കിൽ അതിൻ്റെ നിറം, മോഡൽ, സീറ്റുകളുടെ സ്പർശം, പുതിയ കാറിൻ്റെ ഗന്ധം, അത് ഓടിക്കുമ്പോഴുള്ള അനുഭവം എന്നിവയെല്ലാം മനസ്സിൽ കാണുക, ചിത്രീകരിക്കുക, ദൃശ്യവൽക്കരിക്കുക. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വികാരങ്ങളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ലക്ഷ്യം നേടിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, സംതൃപ്തി, നന്ദി, ആവേശം തുടങ്ങിയ വികാരങ്ങൾ ആഴത്തിൽ അനുഭവിക്കാൻ ശ്രമിക്കുക. ഈ വൈകാരിക ചാർജ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും പ്രപഞ്ചത്തിലേക്ക് ശക്തമായ ഒരു സന്ദേശം അയക്കുകയും ചെയ്യുന്നു. വിഷ്വലൈസേഷന്റെ നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് സ്ഥിരമായി പരിശീലിക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും കുറച്ചു മിനിറ്റ് ശാന്തമായ ഒരിടത്തിരുന്ന് ഇത് പരിശീലിക്കുക. സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് ഓർത്തിരിക്കണം. മനഃശാസ്ത്രപരമായി ദൃശ്യവൽക്കരണം നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഒരു കാര്യം യഥാർത്ഥത്തിൽ ചെയ്യുന്നതും അത് ചെയ്യുന്നതിനായി ശക്തമായി സങ്കല്പിക്കുന്നതും തലച്ചോറിൻ്റെ ഒരേ ഭാഗങ്ങളെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ഇത് ആ ലക്ഷ്യം നേടാനുള്ള ആത്മവിശ്വാസവും കഴിവും വർദ്ധിപ്പിക്കുകയും യഥാർത്ഥ ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ നമ്മെ സജ്ജരാക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കുന്ന സ്ഥിരീകരണങ്ങളാണ്, അതായത് അഫർമേഷനുകളാണ് പ്രധാനമായിട്ടും ഇതിന് ആവശ്യമായി വരുന്നത്. നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയ പരിമിതമായ വിശ്വാസങ്ങളെയും, അതായത് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയും, പരിമിതമായ വിശ്വാസങ്ങളെയും നെഗറ്റീവ് സ്വയം സംസാരത്തെയും, അതായത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ബോധപൂർവം മാറ്റിസ്ഥാപിക്കാൻ സഹായിക്കുന്ന പോസിറ്റീവും ശക്തവുമായ പ്രസ്താവനകളെയാണ് സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇവ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിനെ പുതിയ ശാക്തീകരിക്കുന്ന വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ പരിശീലിപ്പിക്കാൻ സാധിക്കും. ഫലപ്രദമായ സ്ഥിരീകരണങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താമെന്ന് ഇപ്പറയുന്ന പ്രകാരമാണ്. അതിൽ ചെയ്യേണ്ടവയും ചെയ്യാൻ പാടില്ലാത്തതും ഉണ്ട്. ഈ ചെയ്യേണ്ടവയെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് തുടങ്ങുക. ഉദാഹരണം, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. എന്നാൽ ചെയ്യാൻ പാടില്ലാത്തവയെന്ന് പറയുന്നത് ഭാവി കാലത്തിൽ ഒരിക്കലും പറയരുത്. ഉദാഹരണത്തിന്, ഞാൻ ഒരു ദിവസം ആത്മവിശ്വാസമുള്ളവനാകും. മറ്റൊന്ന്, ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്
വർത്തമാനകാലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, എനിക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയുന്നത് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന്, എനിക്ക് കടങ്ങളില്ല. അപ്പൊ കടങ്ങൾ എന്ന ഒരു നെഗറ്റീവ് വാക്ക് അവിടെ ഇല്ല എന്ന് സമർത്ഥിക്കാൻ പോലും ഉപയോഗിക്കാൻ പാടില്ല. മറ്റ് ഒന്ന് ചെയ്യേണ്ടവൻ എന്ന് പറയുന്നത് പോസിറ്റീവും വ്യക്തമാക്കണം. ഉദാഹരണത്തിന്, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അത് ചെയ്യാൻ പാടില്ലാത്ത ആ ഒരു വകഭേദത്തിലേക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് വേണം എന്ന് പറയരുത്. ഉദാഹരണം, എനിക്ക് കൂടുതൽ പണം വേണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കരുത്. എനിക്കുണ്ട് എന്ന വിശ്വാസമായിരിക്കണം ഇതിൽ പ്രകടമാക്കേണ്ടത്. മറ്റൊന്ന് ചെയ്യേണ്ട കാര്യത്തിൽ മറ്റൊന്നെന്ന് പറഞ്ഞാൽ വികാരങ്ങൾ ചേർക്കുക. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അനുഭവിക്കുന്ന മാനസിക വികാരങ്ങളെ ചേർത്തുകൊണ്ട് വേണം അക്കാര്യങ്ങൾ പറയേണ്ടത്. ഉദാഹരണത്തിന്, എൻ്റെ പുതിയ ജോലിയിൽ ഞാൻ സന്തോഷവാനും ഊർജ്ജസ്വലനുമാണ്. എന്നാൽ ഇതിൽ ചെയ്യാൻ പാടില്ലാത്തവയെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിശ്വസനീയമായ കാര്യങ്ങൾ പറയരുത്. ഉദാഹരണത്തിന്, ഞാൻ നാളെ ഒരു കോടീശ്വരനാകും. പകരം എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അഫർമേഷനാണ്. നാളത്തെ കാര്യം അത് നാളെയാണ്. മറ്റൊരു ചെയ്യേണ്ട കാര്യം എന്ന പോലെ ഹ്രസ്വവും ഓർമ്മിക്കാൻ എളുപ്പമാക്കുക എന്നുള്ളതാണ്. എല്ലാം ചുരുങ്ങിയ രീതിയിൽ പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും ഞാൻ മെച്ചപ്പെടുന്നു. എന്നാൽ ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഉദാഹരണത്തിന്, എൻ്റെ ബോസ് എനിക്ക് പ്രൊമോഷൻ തരും എന്നുള്ള ഒരു ചിന്ത, അതൊരു മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അത് പാടില്ല. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ സമൃദ്ധിയുടെ ലോ ഓഫ് അട്രാക്ഷന്റെ താക്കോൽ എന്ന് പറയുന്നത് കൃതജ്ഞതയുടെ ശക്തിയാണ്. അത് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. കൃതജ്ഞത പാലിക്കുന്നത് ആകർഷണ നിയമത്തിലെ ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നാണ്. ഇത് നമ്മുടെ ശ്രദ്ധ ഇല്ലാത്തവയിൽ നിന്നും ഉള്ളവയിലേക്ക് മാറ്റുന്നു. ഈ മനോഭാവം ഒരു ദൗർലഭ്യ മാനസികാവസ്ഥയിൽ, അതായത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് സമൃദ്ധിയുടെ മാനസികാവസ്ഥയിലേക്ക്, അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് മാറാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിലവിലുള്ള ആഗ്രഹങ്ങളെ അംഗീകരിക്കുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. എല്ലാ ദിവസവും ഒരു കൃതജ്ഞതാ ജേണൽ അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് ഇതിനുള്ള മികച്ച മാർഗമാണ്. ദിവസവും നന്ദിയുള്ള 3 മുതൽ 5 വരെ കാര്യങ്ങൾ എഴുതുന്നത് മാനസികാരോഗ്യം, ശുഭാപ്തി വിശ്വാസം, മെച്ചപ്പെട്ട ഉറക്കം എന്നിവയ്ക്ക് കാരണമാകുമെന്ന് നിരവധി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചില ഫലപ്രദമായ ജേണലിങ്ങിനുള്ള ചില നുറുങ്ങുകൾ പറയുകയാണ്. അത് കൃത്യത പാലിക്കുക എന്നുള്ളതാണ് പ്രധാനം. എൻ്റെ കുടുംബത്തിന് നന്ദി എന്ന് പൊതുവായി പറയുന്നതിനേക്കാൾ ഇന്ന് രാവിലെ എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കി തന്ന എൻ്റെ അമ്മയ്ക്ക് നന്ദി എന്ന് എഴുതുന്നത് കൂടുതൽ ശക്തമാണ്. ഇനി വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വസ്തുക്കളോട് നന്ദി പറയുന്നതിനേക്കാൾ വ്യക്തികളോട് നന്ദി പ്രകടിപ്പിക്കുന്നത് കൂടുതൽ വൈകാരികമായ സ്വാധീനം ചെലുത്തും. മറ്റൊന്ന് ആഴത്തിൽ എഴുതുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഉപരിപ്ലവമായി പട്ടികപ്പെടുത്തുന്നതിനേക്കാൾ 1-2 കാര്യങ്ങളെക്കുറിച്ച് അവ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് വിശദമായി എഴുതുക. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായവയെ വിലമതിക്കുക എന്നുള്ളതാണ്. അതായത് അപ്രതീക്ഷിതമായി ലഭിച്ച നല്ല അനുഭവങ്ങൾ ഒരു സമ്മാനം പോലെ കണ്ട് ആസ്വദിക്കുന്നത് കൂടുതൽ ശക്തമായ കൃതജ്ഞതാബോധം നൽകും. ലോ ഓഫ് അട്രാക്ഷന്റെ മറ്റൊരു ഭാഗമാണ് സ്ക്രിപ്റ്റിംഗ് എന്ന ശക്തമായ സങ്കേതം. നിങ്ങളുടെ ഭാവി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്ന ശക്തമായ സങ്കേതത്തിലൂടെ
അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം സംഭവിച്ച് കഴിഞ്ഞതുപോലെ വർത്തമാനകാലത്തിലോ ഭൂതകാലത്തിലോ വിശദമായി എഴുതുന്ന ഒരു ശക്തമായ മാനിഫെസ്റ്റേഷൻ സങ്കേതമാണ് സ്ക്രിപ്റ്റിംഗ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം ഇതാണെന്ന് വ്യക്തവും ശക്തവുമായ ഒരു സന്ദേശം നൽകുന്നു. കാരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും ഭാവനയിൽ കാണുന്നതും തമ്മിൽ വേർതിരിച്ചറിയാൻ ഉപബോധ മനസ്സിന് കഴിവില്ല. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് അത്യാവശ്യമാണ്. ഈ സ്ക്രിപ്റ്റിങ്ങിൽ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചോ ഒരു പ്രത്യേക നേട്ടത്തെക്കുറിച്ചോ ഒരു ഡയറി കുറിപ്പ് പോലെ, കഥ പോലെയോ എഴുതുക. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ എൻ്റെ സ്വപ്ന ഭവനത്തിലേക്ക് താമസം മാറി. വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ്. എൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടെ സന്തോഷമായിരിക്കുന്നു. ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്. രണ്ടാമത്തെ കാര്യം, വിശദാംശങ്ങൾ വികാരങ്ങൾക്കു പരമാവധി ഊന്നൽ നൽകുക. അതായത് വിശദാംശങ്ങൾക്കും വികാരങ്ങൾക്കും പരമാവധി ഊന്നൽ നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആ ദിവസം, അതായത് സ്ക്രിപ്റ്റിങ്ങിന്റെ രണ്ടാമത്തെ കാര്യം, ആ ദിവസം നിങ്ങൾ എന്ത് ധരിച്ചു, എന്ത് കഴിച്ചു, ആരോടൊക്കെ സംസാരിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം, സ്ക്രിപ്റ്റിങ്ങിലെ മൂന്നാമത്തെ കാര്യം, കൃതജ്ഞതയോടെ എഴുതുക. ആ നേട്ടങ്ങൾക്കെല്ലാം നിങ്ങൾ എത്രമാത്രം നന്ദിയുള്ളവനാണെന്ന് എഴുത്തിൽ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. ഈ സങ്കേതങ്ങൾ ഒറ്റപ്പെട്ട പരിശീലനങ്ങളല്ല, മറിച്ച് പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു ചക്രത്തിന്റെ ഭാഗമാണ്. സ്ക്രിപ്റ്റിംഗ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു രൂപരേഖ നൽകുന്നു. ദൃശ്യവൽക്കരണം ആ രൂപരേഖയ്ക്ക് ജീവനും വികാരവും നൽകുന്നു. സ്ഥിരീകരണങ്ങൾ ആ പുതിയ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ സ്വത്വം ഉറപ്പിക്കാൻ സഹായിക്കുന്നു. കൃതജ്ഞതയാകട്ടെ ഈ മുഴുവൻ പ്രക്രിയയ്ക്കും ആവശ്യമായ പോസിറ്റീവ് ഊർജം നൽകുന്നു. ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ലക്ഷ്യങ്ങളുമായി മാനസികവും വൈകാരികവുമായി പൂർണ്ണമായി യോജിപ്പുള്ള ഒരു ആന്തരികാവസ്ഥ സൃഷ്ടിക്കുന്നു. ഈ ലോ ഓഫ് അട്രാക്ഷൻ നിയമത്തിലെ യഥാർത്ഥ രഹസ്യമെന്ന് പറയുന്നത് പ്രവർത്തനത്തിൻ്റെ അനിവാര്യതയാണ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചിന്ത മാത്രം പോരാ എന്നർത്ഥം. ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്ന് വെറുതെ പോസിറ്റീവായി ചിന്തിച്ചിരുന്നാൽ മാത്രം മതിയെന്നാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നിന്ന് ഏറെ അകലെയാണ്. ദൃശ്യവൽക്കരണവും പോസിറ്റീവ് ചിന്തയും പ്രവർത്തനമില്ലാതെ വെറും ദിവാസ്വപ്നങ്ങളായി അവശേഷിക്കും. ചിന്തകൾ നമുക്ക് പ്രചോദനം നൽകുകയും നമ്മുടെ ശ്രദ്ധയെ അവസരങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്യും. എന്നാൽ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കാനും ചിട്ടയായ പ്രവൃത്തി കൂടിയേ തീരൂ. ആകർഷണ നിയമം ഒരു കാന്തം പോലെ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ധ്രുവം ചിന്തയും മറുധ്രുവം പ്രവൃത്തിയുമാണ്. ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രധാന തടസ്സം പലപ്പോഴും എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയല്ല, മറിച്ച് അത് ചെയ്യാനുള്ള മാനസികമായ തടസ്സങ്ങളാണ്. പരാജയഭീതി, ആത്മവിശ്വാസക്കുറവ്, മടി എന്നിവ. ആകർഷണ നിയമത്തിലെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന നിയമത്തിലെ സങ്കേതങ്ങൾ ഈ തടസ്സങ്ങളെ മറികടക്കാനുള്ള ശക്തമായ മനഃശാസ്ത്രപരമായ ഉപകരണങ്ങളാണ്. ദൃശ്യവൽക്കരണം ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ പലതവണ വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ചെയ്യാനുള്ള ഭയം കുറയുന്നു. അതുപോലെ അഭിനയിക്കുന്നത്, ആക്ടിങ് ആസ് ഇഫ് എന്ന് പറയാം. അതായത് അഭിനയിക്കുന്നത് വഴി ഒരു വ്യക്തി താൻ ആ ലക്ഷ്യം നേടാൻ കഴിവുള്ളവനാണെന്ന് സ്വയം തെളിയിക്കുന്ന ചെറിയ പെരുമാറ്റങ്ങൾ പരിശീലിക്കുക. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ അഫർമേഷൻ, എനിക്കത് കഴിയില്ല എന്ന ആന്തരിക വിമർശകന്റെ ശബ്ദത്തെ നേരിടുന്നു. അതിനാൽ
ലാ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കായി ജോലി ചെയ്യുന്നില്ല, പകരം ആ ജോലി ചെയ്യാൻ നിങ്ങളെ മാനസികമായി സജ്ജമാക്കുന്നു. ഈ ലാ ഓഫ് അട്രാക്ഷന് ഒരു പ്രായോഗിക ചട്ടക്കൂടുണ്ട്. ഡോക്ടർ ചാന്ദിനി ദുഗ്നായിട്ട് മുന്നോട്ട് വെക്കുന്നത് പോലെ ആകർഷണ നിയമം ഫലപ്രദമാകണമെങ്കിൽ അതിന് പ്രായോഗികവും ശാരീരികവും സാമൂഹികവുമായ ഒരു ചട്ടക്കൂട് ആവശ്യമാണ്. ചിന്തകളെ യാഥാർത്ഥ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന 5 ഘടകങ്ങളുണ്ട്. അവ ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതിൽ 1, പ്രവർത്തന ശൈലി രൂപപ്പെടുത്തുക. ആക്ഷൻ ആർക്കിടെക്ചർ എന്ന് പറയും. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ദൈനംദിന ശീലങ്ങളാക്കി മാറ്റുക. ഉദാഹരണത്തിന്, ഒരു പുസ്തകം എഴുതുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റ് എഴുതും എന്നൊരു ലളിതമായ സിസ്റ്റം ഉണ്ടാക്കുക. ഇത് ഓരോ ദിവസവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇച്ഛാശക്തിയെ, അതായത് വിൽ പവറിനെ അമിതമായി ആശ്രയിക്കുന്നതിനും പകരമായി സ്ഥിരതയുള്ള ചെറിയ പ്രവർത്തനങ്ങളിലൂടെ പുരോഗതി ഉറപ്പാക്കുന്നു. 2ാമത്തെ ഘടകമെന്ന് പറയുന്നത് വ്യക്തിത്വത്തെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. ഐഡന്റിറ്റി റീറൈറ്റിംഗ്. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഇതിനകം നേടിയ വ്യക്തിയായി സ്വയം കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരു മികച്ച നേതാവാകാനാണ് ആഗ്രഹമെങ്കിൽ ചെറിയ മീറ്റിങ്ങുകളിൽ അഭിപ്രായം പറയാനും ഒരു ചെറിയ ടീം പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനും ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും തുടങ്ങുക. ഈ ചെറിയ പ്രവൃത്തികൾ കാലക്രമേണ നിങ്ങളുടെ സ്വത്വബോധത്തെ, സെൻസ് ഓഫ് സെൽഫിനെ മാറ്റുകയും ലക്ഷ്യവുമായി നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. 3ാമത്തെ ഘടകമെന്ന് പറയുന്നത് നാഡീവ്യൂഹത്തെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അതായത് നെർവസ് സിസ്റ്റം പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന ഒരു ഘടകം സജ്ജമാക്കിയെടുക്കണം. പുതിയതും നല്ലതുമായ അവസരങ്ങൾ വരുമ്പോൾ പോലും നമ്മുടെ ശരീരം അതിനെ ഒരു ഭീഷണിയായി കണ്ട് സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ട്. ഇത് സ്വയം പരാജയപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളിലേക്ക്, സെൽഫ് സബോട്ടേജ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് മുൻപ് ദീർഘമായി ശ്വാസമെടുക്കുന്നത് പോലുള്ള ലളിതമായ ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങൾ, നിലത്ത് പാദങ്ങൾ ഉറപ്പിച്ച് വയ്ക്കുന്നത് പോലുള്ള ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിച്ച് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുക. ശരീരം സുരക്ഷിതമാണെന്ന് തോന്നുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാകും. 4ാമത്തെ ടെക്നിക്കാണ് കഴിവുകൾ ആർജിക്കുക. സ്കിൽ കറൻസി. ശുഭാപ്തി വിശ്വാസം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചേക്കാം, എന്നാൽ കഴിവാണ് യഥാർത്ഥത്തിൽ ഫലങ്ങൾ നൽകുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നേടാൻ എന്ത് കഴിവുകളാണ് ആവശ്യമെന്ന് കൃത്യമായി തിരിച്ചറിയുക. ആ കഴിവുകൾ പഠിക്കാനും പരിശീലിക്കാനും സമയം കണ്ടെത്തുക. അറിവും കഴിവും നേടുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും ഉറപ്പുള്ള നിക്ഷേപമാണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. 5ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യം ഒരുക്കുക എന്നാണ്. എൻവയോൺമെന്റൽ ഡിഫോൾട്ട്സ്. അതായത് നിങ്ങളുടെ ചുറ്റുപാടുകൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇച്ഛാശക്തിയെ മാത്രം ആശ്രയിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണിത്. ജോലിസ്ഥലം വൃത്തിയായും ചിട്ടയായും സൂക്ഷിക്കുക. ലക്ഷ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളോ കുറിപ്പുകളോ കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഫോണിലെ അനാവശ്യമായ നോട്ടിഫിക്കേഷനുകൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കുക. ഈ 5 കാര്യങ്ങൾ വളരെ കൃത്യമായി പരിപാലിച്ചാൽ ചിന്തകളെ യാഥാർത്ഥ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഈ ലാ ഓഫ് അട്രാക്ഷൻ ഒരു മനഃശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ആകർഷണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് അട്രാക്ഷൻ ശരിക്കും പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാകും. ആകർഷണ നിയമത്തെ ഒരു നിഗൂഢ ശക്തിയായി കാണുന്നതിന് പകരം അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രപരമായ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നത് അതിനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കും. അതിലൊന്നാണ് സ്വയം നിറവേറ്റുന്ന പ്രവചനം, അല്ലെങ്കിൽ ദ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി.
ആകർഷണ നിയമത്തിന്റെ പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായ ആശയമാണിത്. ഒരു കാര്യം സംഭവിക്കുമെന്നും നാം ശക്തമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റവും മനോഭാവവും ആ വിശ്വാസത്തിന് അനുസൃതമായി പലപ്പോഴും അറിയാതെ തന്നെ മാറുന്നു. ഈ മാറ്റം മറ്റുള്ളവരുടെ പ്രതികരണത്തെ സ്വാധീനിക്കുകയും ഒടുവിൽ നമ്മുടെ പ്രാരംഭ വിശ്വാസത്തെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു ജോലി അഭിമുഖത്തിൽ താൻ പരാജയപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഉത്കണ്ഠയോടെയും ആത്മവിശ്വാസമില്ലാതെയും പെരുമാറാൻ സാധ്യതയുണ്ട്. ഇത് അഭിമുഖം നടത്തുന്നയാൾക്ക് ഒരു മോശം മതിപ്പ് നൽകുകയും ജോലി ലഭിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. നേരെ മറിച്ച് തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കും, നന്നായി തയ്യാറെടുക്കും, പോസിറ്റീവ് ശരീരഭാഷ പ്രകടിപ്പിക്കും. ഇത് അഭിമുഖം നടത്തുന്നയാളിൽ നല്ല മതിപ്പുളവാക്കുകയും ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആകർഷണ നിയമം ഇതിനെ പ്രപഞ്ചം അവസരം നൽകി എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ, മനഃശാസ്ത്രം ഇതിനെ പ്രതീക്ഷകൾ പെരുമാറ്റത്തെ സ്വാധീനിച്ച് ഫലം സൃഷ്ടിച്ച് എന്ന് വിശദീകരിക്കുന്നു. മനഃശാസ്ത്രപരമായ സമീപനത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ശുഭാപ്തി വിശ്വാസത്തിന്റെ ശക്തിയും വൈജ്ഞാനിക പുനർനിർമ്മാണവും. അതായത് ഓപ്റ്റിമിസം ആൻഡ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയും. അതായത് ആകർഷണ നിയമത്തിൽ ഉപയോഗിക്കുന്ന പല സങ്കേതങ്ങളും, പ്രത്യേകിച്ച് സ്ഥിരീകരണങ്ങളും കൃതജ്ഞതയും മനഃശാസ്ത്രത്തിലെ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന ആശയവുമായി വളരെയധികം സാമ്യമുള്ളതാണ്. അതായത് നെഗറ്റീവ് ചിന്താരീതികളെ തിരിച്ചറിഞ്ഞ് അവയെ കൂടുതൽ പോസിറ്റീവും ശാക്തീകരിക്കുന്നതുമായ ചിന്തകളാക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. ശുഭാപ്തി വിശ്വാസം പുലർത്തുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ അവസരങ്ങൾ കാണാനും വെല്ലുവിളികളിൽ നിന്ന് വേഗത്തിൽ കരകയറാനും മികച്ച ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനും സാധ്യതയുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നത് ഒരു വ്യക്തിയിൽ സ്വാഭാവികമായും ശുഭാപ്തി വിശ്വാസപരമായ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ആകർഷണ നിയമത്തിന്റെ ശാക്തീകരണപരമായ തത്വങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഒരു വശത്ത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്ന ആശയം വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ ലഭിക്കുന്നു. ഇത് ഒരു നിഷ്ക്രിയ ഇര എന്ന നിലയിൽ നിന്ന് സജീവമായ ഒരു സ്രഷ്ടാവ് എന്ന നിലയിലേക്ക് ഒരു വ്യക്തിയെ വളർത്തുന്നു. എന്നാൽ മറുവശത്ത് ഒരു തത്വത്തെ അതിരുകടന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് അപകടകരമായ ഇരയെ കുറ്റപ്പെടുത്തൽ എന്ന ആശയത്തിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ബാഹ്യ സംഭവങ്ങളുടെ, ഉദാഹരണം പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ മുതലായവ, അവയുടെ ഈ ബാഹ്യ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പോലും ആ വ്യക്തിയുടെ ചിന്തകളിലാണെന്ന് വാദിക്കുന്നത് യുക്തിരഹിതമാണ്. ആരോഗ്യകരമായ ഒരു സമീപനം നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, അതായത് ചിന്തകൾ, വിശ്വാസങ്ങൾ, പ്രവൃത്തികൾ, പ്രതികരണങ്ങൾ എന്നിവയൊക്കെ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളും, അതായത് നിയന്ത്രണമുള്ള കാര്യങ്ങളുമുണ്ട്, നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഈ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ എന്നിവ തമ്മിൽ വേർതിരിച്ചറിയുക എന്നതാണ്. നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെയും പ്രതികരണങ്ങളുടെയും 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്നാൽ എല്ലാ ബാഹ്യ സംഭവങ്ങളെയും നാം നിയന്ത്രിക്കുന്നതല്ലെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ശരിയായ പ്രയോഗം. ഈ ലോ ഓഫ് അട്രാക്ഷന് ഒരുപാട് വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യബോധമുള്ള സമീപനമാണ് ഇതിന് അത്യാവശ്യം. ലോ ഓഫ് അട്രാക്ഷൻ ഒരു സമഗ്രമായ കാഴ്ചപ്പാടോടെ സമീപിക്കാൻ അതിൻ്റെ വിമർശനങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഒന്ന്, കപടശാസ്ത്രം അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് എന്നുള്ള ഒരു വിമർശനമാണ്. ആകർഷണ നിയമത്തെ ക്വാണ്ടം ഫിസിക്സുമായി ബന്ധിപ്പിച്ച് ശാസ്ത്രീയമായി തെളിയിക്കാൻ പലപ്പോഴും ശ്രമങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഇതിന് ശക്തമായ ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും കരുതുന്നു. ഇത് ഒരു ഭൗതികശാസ്ത്ര നിയമം എന്നതിലുപരി ഒരു ആത്മീയ ദാർശനിക തത്വമായി കാണുന്നതാണ്
ഉചിതം. രണ്ടാമത്തെ വിമർശനം എന്ന് പറയുന്നത് ഇരയെ കുറ്റപ്പെടുത്തലാണ്. വിക്ടിം ബ്ലെയിമിംഗ് എന്നാണ്. വിക്ടിം ബ്ലെയിമിംഗ് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമത്തിന്റെ ഏറ്റവും അപകടകരമായ ഒരു വ്യാഖ്യാനം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും അസുഖങ്ങൾക്കും അപകടങ്ങൾക്കും ദാരിദ്ര്യം, പീഡനങ്ങൾ എല്ലാം വ്യക്തിയുടെ നെഗറ്റീവ് ചിന്തകളാണ് കാരണമെന്ന് പറയുന്നതാണ്. ഇത് ഇരയെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം. കൂടാതെ സാമൂഹികവും സാമ്പത്തികവും ഘടനാപരവുമായ യഥാർത്ഥ പ്രശ്നങ്ങളെ അവഗണിക്കാനും ഇടയാക്കും. മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് അമിതമായ ആത്മവിശ്വാസത്തിന്റെ അപകടങ്ങളാണ്. ആകർഷണ നിയമത്തിൽ അമിതമായി വിശ്വസിക്കുന്നത് ചിലപ്പോൾ യാഥാർത്ഥ്യ ബോധമില്ലാത്ത ശുഭാപ്തി വിശ്വാസത്തിലേക്കും അമിതമായ ആത്മവിശ്വാസത്തിലേക്കും നയിച്ചേക്കാം. ഇത് വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ വലിയ സാമ്പത്തിക റിസ്കുകൾ എടുക്കുന്നതിനും വേഗത്തിൽ പണക്കാരനാകാൻ പോലുള്ള തട്ടിപ്പുകളിൽ, അതായത് വേഗത്തിൽ പണക്കാരനായി തീരാം എന്നുള്ള പ്രലോഭനങ്ങളിൽ, അതുപോലുള്ള തട്ടിപ്പുകളിൽ വീഴുന്നതിനും കാരണമായേക്കാം. ഇനി ആകർഷണ നിയമത്തിലെ തത്വങ്ങൾ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലെ തത്വങ്ങൾ ആധുനിക ജീവിതത്തിലെ സാധാരണ വെല്ലുവിളികളായ സാമ്പത്തിക അനിശ്ചിതത്വത്തെയും മാനസിക സമ്മർദ്ദത്തെയും നേരിടാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പരിശോധിക്കാം. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ സ്വാഭാവികമായും പണമില്ലായ്മ, കടം, ചെലവ് തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കും. ആകർഷണ നിയമം അനുസരിച്ച് ഈ ചിന്തകൾ കൂടുതൽ ഇല്ലായ്മയെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തെ മറികടക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ സഹായിക്കും. അതിലൊന്ന് മനോഭാവം മാറ്റുക എന്നുള്ളതാണ്. ഷിഫ്റ്റ് ഫ്രം സ്കേഴ്സിറ്റി ടു അബൻഡൻസ്. നിങ്ങളുടെ മനോഭാവം മാറ്റുക. എനിക്കിത് വാങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് വാങ്ങാനുള്ള മാർഗങ്ങൾ ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യത്തിലേക്ക് ശ്രദ്ധ മാറ്റുക. ഇത് പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്കുള്ള ഒരു മാനസിക മാറ്റമാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞ കൃതജ്ഞത പരിപാലിക്കുക എന്നുള്ളതാണ്. ലഭിക്കുന്ന ചെറിയ തുകയ്ക്ക് പോലും ആത്മാർത്ഥമായി നന്ദി പറയുക. പണം ചെലവഴിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്ന എന്നോർത്ത് സന്തോഷിക്കുക. അത് പണത്തോടുള്ള നെഗറ്റീവ് വികാരങ്ങൾ കുറയ്ക്കാനും സമൃദ്ധിയുടെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഫീലിംഗ് സൃഷ്ടിക്കാനും സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണത്തിന് ഒരു ലക്ഷ്യം നൽകുക എന്നുള്ളതാണ്. വെറുതെ പണം ആഗ്രഹിക്കുന്നതിനേക്കാൾ ആ പണം കൊണ്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുക. ഉദാഹരണത്തിന് ഒരു യാത്ര പോകാൻ, ഒരു പുതിയ കോഴ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു നിക്ഷേപം നടത്താൻ. ഇത് ലക്ഷ്യത്തെ കൂടുതൽ ശക്തവും പ്രചോദനപരവും ആക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രചോദിതമായ പ്രവർത്തനമാണ്. ഇൻസ്പയർഡ് ആക്ഷനാണ് അത്യാവശ്യം. മനോഭാവം മാറ്റുന്നതിനോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ തേടുക, പുതിയ കഴിവുകൾ പഠിക്കുക, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുക എന്നിവ അത്യാവശ്യമാണ്. ഇനി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആകർഷണ നിയമത്തെ തത്വങ്ങൾ എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കണം. ഉത്കണ്ഠയും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകൾ ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളിലും നെഗറ്റീവ് സാധ്യതകളിലും കുടുങ്ങിപ്പോകുന്നു. ആകർഷണ നിയമത്തിലെ തത്വങ്ങൾ ഈ മാനസികാവസ്ഥയെ മറികടക്കാനും സഹായിക്കും. അതിലൊന്ന് ധ്യാനമാണ്, മെഡിറ്റേഷൻ. ദിവസവും 10-20 മിനിറ്റ് ധ്യാനിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കും. ഇത് നെഗറ്റീവ് ചിന്താചക്രങ്ങളെ ഭേദിക്കാൻ വളരെ ഫലപ്രദമാണ്. രണ്ടാമത്തെ കാര്യമാണ് സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ അഫർമേഷനുകൾ. സ്ഥിരീകരണങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രത്യേക അഫർമേഷനുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ഞാൻ ശാന്തനും സമാധാനത്തിലുമാണ്, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഞാൻ സ്നേഹത്തോടെ വിട്ടുകളയുന്നു, എല്ലാം ശരിയാകും എന്നൊക്കെയുള്ള അഫർമേഷനുകൾ എടുക്കുക. മൂന്നാമത്തേത് വർത്തമാനത്തിൽ ശ്രദ്ധിക്കുക. ലോ ഓഫ് അട്രാക്ഷനിലെ ദ പ്രസന്റ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ് എന്ന തത്വം ഇവിടെ വളരെ പ്രസക്തമാണ്. ഭാവിയെക്കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെടാതെ ഈ നിമിഷത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് വളരെ പ്രധാനം. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുകയോ ചുറ്റുമുള്ള കാഴ്ചകളും ശബ്ദങ്ങളും ശ്രദ്ധിക്കുകയോ ചെയ്യുന്നത് മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. നാലാമത്തെ ഘടകം, അതായത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് നന്ദി പ്രകടിപ്പിക്കുക. സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിലും നന്ദി പറയാൻ കാര്യങ്ങൾ കണ്ടെത്തുന്നത് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാനും
മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇത് വെല്ലുവിളികളെ നേരിടാനുള്ള മാനസിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ഈ വെല്ലുവിളികളെ നേരിടുന്നതിൽ ആകർഷണ നിയമത്തിൻ്റെ യഥാർത്ഥ പ്രയോഗം ഒരു വൈകാരിക നിയന്ത്രണ സംവിധാനമായി, അതായത് ഇമോഷണൽ റെഗുലേഷൻ സിസ്റ്റമായി പ്രവർത്തിക്കുക എന്നതാണ്. ഇത് ബാഹ്യമായ പ്രശ്നങ്ങളെ മാന്ത്രികമായി ഇല്ലാതാക്കുന്നില്ല, പകരം ആ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ ആന്തരികവും വൈകാരികവുമായ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഭയവും ഉത്കണ്ഠയും പോലുള്ള നെഗറ്റീവ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കൂടുതൽ വ്യക്തതയോടെയും യുക്തിയോടെയും ചിന്തിക്കാനും അതുവഴി ബാഹ്യമായ പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരങ്ങൾ കണ്ടെത്താനും സാധിക്കുന്നു. ഈ ലോ ഓഫ് അട്രാക്ഷനിൽ അവസാനമായി ഒരു ഉപസംഹാരം എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് പോലെ ആകർഷണ നിയമം എന്നത് കേവലം ഒരു നിഷ്ക്രിയമായ വിശ്വാസമല്ല, മറിച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നതിനുള്ള, അതായത് ഇക്കോ ക്രിയേഷൻ എന്ന് പറയും, ഇക്കോ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സജീവമായ ചട്ടക്കൂടാണ്. ഇതൊരു മാന്ത്രിക വടിയല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ബോധപൂർവം വിന്യസിക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ ബോക്സ് ആണ്. ഈ നിയമത്തിൻ്റെ യഥാർത്ഥ ശക്തി കുടികൊള്ളുന്നത് അതിൻ്റെ സമന്വയത്തിലാണ്. ശക്തമായ ഒരു ആന്തരിക ലോകത്തെ വ്യക്തമായ ചിന്ത, അചഞ്ചലമായ വിശ്വാസം, പോസിറ്റീവ് മനോഭാവം, നിർണായകമായ ബാഹ്യ പ്രവർത്തനങ്ങളുമായി തന്ത്രപരമായ ആസൂത്രണം, ചിട്ടയായ ശീലങ്ങൾ, നിരന്തരമായ കഴിവ് വികസിപ്പിക്കൽ സംയോജിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിന്തയുടെ തീപ്പൊരി, അതായത് സ്പാർക്ക് ഓഫ് തോട്ട്, പ്രവർത്തനത്തിൻ്റെ എഞ്ചിനും, അതായത് എഞ്ചിൻ ഓഫ് ആക്ഷനും ഒരുമിക്കുമ്പോഴാണ് യാഥാർത്ഥ്യവും നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഈ വീഡിയോയിൽ വിശദീകരിച്ച തത്വങ്ങളും സങ്കേതങ്ങളും ക്ഷമയോടെയും സ്ഥിരതയോടെയും പരിശീലിക്കാൻ തയ്യാറാക്കുക. ചെറിയ മാറ്റങ്ങൾ പോലും കാലക്രമേണ വലിയ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് ഓർക്കുക. വ്യക്തിപരമായ ഉത്തരവാദിത്വത്തോടെയും യാഥാർത്ഥ്യ ബോധത്തോടെയും ഈ നിയമത്തെ സമീപിക്കുന്നതിലൂടെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും ആഗ്രഹിക്കുന്ന ജീവിതം ബോധപൂർവം രൂപപ്പെടുത്താനും ഏതൊരു വ്യക്തിക്കും സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.